ഇത് ഒരു യാത്രയാണ്. ഈ യാത്രയിൽ എനിക്കെപ്പോഴും ഒരു വാശി, എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ പരമാവധി മികവ് തെളിയിക്കണം. അതായത് AVP കാലഘട്ടത്തിൽ ഞാൻ ശ്രമിച്ചത് SFIയെക്കാളും KSUവിനേക്കാളും തിരുവനന്തപുരത്ത് AVP ശ്രദ്ധിക്കപ്പെടണം. സ്റ്റേറ്റ് സെക്രട്ടറി ആവുന്ന സമയത്ത് ചിന്ത കേരളത്തിൽ മുഴുവൻ AVP ഒരു വലിയ ശക്തിയാവണം. അത് കഴിഞ്ഞിട്ട് യുവമോർച്ചയിൽ വരുന്ന സമയത്ത് യുവമോർച്ചയിൽ സ്കോപ്പ് കുറവാണ്, കുറച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പിന്നെ സ്പെസിഫിക്കായിട്ട് ഒരു ടാർഗറ്റ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ ഈ BJPയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡൻ്റും ആയിരുന്ന 10 വർഷമാണ്. അപ്പോൾ ജില്ലാ ജനറൽ സെക്രട്ടറി ആവുന്ന സമയത്തേന് ഞാൻ മിഷൻ 2025 എന്ന് പറഞ്ഞ ഒരു പദ്ധതി തന്നെ പാർട്ടിയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തിരുന്നു. അത് വെച്ചിട്ടാണ് ജനറൽ സെക്രട്ടറി മുതൽ പ്രസിഡൻ്റായിരുന്ന 10 വർഷം, 7 വർഷം പ്രസിഡൻ്റായിരുന്നു, 3 വർഷം ജനറൽ സെക്രട്ടറിയാണ്. ആ 10 വർഷവും അങ്ങനെ പ്രവർത്തിച്ചു. ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടായി, ഒരു വലിയ ചാരിതാർത്ഥ്യം ഉണ്ടായി. കാരണം ആ 10 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് BJP 1ാം സ്ഥാനം വന്നു. കേരളം മുഴുവൻ തിരുവനന്തപുരത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്തു. ആദ്യമായിട്ട് കേരളത്തിൽ ഒരു BJPയുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി 2ാം സ്ഥാനം വന്നു. 14,000 വോട്ടിന് രാജേട്ടൻ 2ാം സ്ഥാനം 2014 വന്നു. ആ 14 വന്നപ്പോൾ തന്നെ പരാജയപ്പെട്ടതിൻ്റെ ദുഃഖം അസാധാരണമായിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ എന്നെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ആ സമയത്ത് വിളിച്ച് അനുമോദിച്ചപ്പോൾ ശരി പരാജയപ്പെട്ടു, പക്ഷേ അനുമോദിക്കാനൊരു കാരണമുണ്ടായിരുന്നു. കാരണം 14,000 വോട്ടിന് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പാർലമെൻറ്റിൽ നമ്മൾ തുച്ഛമായ വോട്ടുകൾക്ക് തോറ്റു എന്നുള്ളൊരു ആശ്വാസവാക്കുമായിട്ടുള്ള അനുമോദനങ്ങളുണ്ടായിരുന്നു.